മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭോപ്പാലിലുള്ള തുളസീധരൻ സാറ് നല്ല ഒരു വരി അയച്ചു തന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ട് തോന്നി. ഭാരതത്തിൻ്റെ ഇന്നത്തെയും പഴയ അവസ്ഥയെയും കൂടി ചേർത്തിട്ടാണ് അദ്ദേഹം എഴുതി തന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മോഡി 3ാം ക്ലാസ്സുകാരുടെ കോമൺ സെൻസ് ഇല്ലാത്ത മടയനോ, ഒരു മിനിറ്റ് പോലും അകലെയല്ലാതെ ഇന്നത്തെ ലോകത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കോലത്തിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് കണ്ട് അന്യരാജ്യക്കാർ പുച്ഛത്തോടെ വീക്ഷിക്കുന്നത് കണ്ട ഒരു ഇന്ത്യൻ പൗരൻ പ്രകടിപ്പിക്കുന്ന രോഷമാണ് ഈ ബ്ലോഗ്. ഇത് ഭോപ്പാലിലെ തുളസീധരൻ സാറ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നതാണ്. IISH ഗ്രൂപ്പിലെ വാട്സപ്പിലൂടെ അയച്ചു തന്നതാണ്. അത് ഒരു ഇന്ത്യക്കാരൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എഴുതി അയച്ചതാണ്. 60 വർഷമായിട്ടും റോഡ് വക്കിലെ മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കാത്ത, ഗൾഫ് പണം അല്ലാത്ത ഒരു വികസനവും സ്വപ്നം കാണുവാൻ അനുവദിക്കാത്ത, പട്ടി കടിക്കുന്നതിന് പോലും ഹർത്താൽ നടത്തുന്ന നേതാക്കളാണ് ശരി എന്ന് തോന്നുന്നുണ്ടോ? ചന്ദ്രബാബു നായിഡു ആദ്യം ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായപ്പോൾ ഹൈദരാബാദ് ഇന്ത്യൻ IT മേഖലയുടെ ഹബ്ബ് അവസ്ഥയിലെത്തി. അടുത്ത ഇലക്ഷനിൽ ജനം അദ്ദേഹത്തെ തോൽപ്പിച്ചു. കാലം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി. ആദ്യ തോൽവിയിൽ പാഠം പഠിച്ചു. തലവേദനകളില്ലാതെ, പരിഷ്കാരങ്ങൾക്ക് പോകാതെ സ്വസ്ഥമായി മുഖ്യമന്ത്രി കസേര ഇപ്പോൾ ആസ്വദിക്കുന്നു. ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ജിം എന്ന പേരിൽ ആഗോള മീറ്റ്, ഇറക്കുമതിയിൽ ലാഭവും കോഴയും പറ്റിയിരുന്ന നേതാക്കൾക്ക് നൊന്തു. ചിലർ ചൈനയിൽ നിന്ന് വരെ കോഴ പറ്റി. അതിനും പാര പണിഞ്ഞു. ആന്റണിയും പാഠം പഠിച്ചു. പ്രതിരോധ മന്ത്രിയായ അവസരത്തിൽ ഓരോ തീരുമാനങ്ങളിൽ ഒപ്പിടുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കേണ്ടി വന്നു ശ്രീ AK ആന്റണിക്ക്. പല തീരുമാനങ്ങളും വൈകിച്ചു. ആയുധ ശേഖരത്തിൽ ഭാരതം പിന്നിൽ പോയി. ആന്റണി സ്വസ്ഥമായി ഭരിച്ചു. ഇപ്പോഴും MP സ്വസ്ഥ ജീവിതം ആസ്വദിക്കുന്നു. ശശി തരൂര് തിരുവനന്തപുരം ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുമെന്ന് ആദ്യ കാലയളവിൽ വീരവാദം മുഴക്കി. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന മഹാന്മാർ കച്ചകെട്ടി ഇറങ്ങി. തരൂർ പാഠം പഠിച്ചു. ഇപ്പോൾ സ്വസ്ഥമായി സമാധാനമായി MP കാലഘട്ടം ആസ്വദിക്കുന്നു. അല്ലലില്ല, അലച്ചിലില്ല, ആരോപണങ്ങളില്ല, ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവുമില്ല. ഒരു മുൻ പ്രസിഡന്റ് കേരള സന്ദർശനത്തിന് എത്തുന്നതിന് മുൻപ് 40 പേരടങ്ങുന്ന കുടുംബാംഗങ്ങൾ സുഖിക്കാനെത്തി. അവരുടെ ബന്ധുക്കാർ ഗീർവനം സന്ദർശിക്കാൻ എത്തിയപ്പോൾ സിംഹം ഇരപിടിക്കുന്നത് ലൈവായി കാണിക്കാൻ ഒരു പോത്തിനെ നേരെ ജീവനോടെ ഇട്ടുകൊടുത്തു. എല്ലാവരും ഹാപ്പി. കേരളത്തിൽ നിന്ന് തന്നെ നേതാക്കളും മക്കളും മക്കാവു ദ്വീപിലും മറ്റും സുഖയാത്ര പോകുന്നു. ഈർക്കിൽ പാർട്ടിയുടെ നേതാക്കൾ പോലും ആഴ്ചകളും മാസങ്ങളും വിദേശത്ത് സുഖവാസത്തിലും വിശ്രമത്തിലും. ആർക്കും ഒരു പ്രശ്നവുമില്ല. മോഡി പോക്കും വരവും അതിവേഗം. പത്രക്കാരുടെ പടയില്ല. കുടുംബങ്ങളുടെ ബഹളമില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉറക്കമില്ല, വിശ്രമവുമില്ല. അമേരിക്കയിൽ കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞ അമേരിക്ക മോദിയുടെ കാൽപാദങ്ങളിൽ ഒബാമയുടെ അടുത്ത സുഹൃത്ത്, പല കള്ള നേതാക്കളുടെയും വ്യാപാര പങ്കാളിയായ ദാവൂദ് ബായിയുടെ പാകിസ്ഥാനുമായി തർക്കം മുറുകിയതോടെ ചില ഭാരതീയരുടെ പ്രിയ ഭായിയായി ചൈന ഒഴികെ ലോക രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം അറബ് രാജ്യങ്ങളുടെ അടുത്ത സുഹൃത്തും ആക്കി മാറ്റാൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന കുവൈറ്റിൽ
ഏകദേശം 900 രൂപയ്ക്ക് 200 GB ഇൻ്റർനെറ്റ് ലഭ്യമായിരിക്കെ സ്വന്തമായി സാറ്റലൈറ്റ് ഉള്ള ഇന്ത്യയിൽ 1 GB ഇൻ്റർനെറ്റിന് 265 രൂപ വീതം ഈടാക്കി ജനങ്ങളെ കൊള്ളയടിച്ച നാട്ടിൽ രാജ്യം കൊള്ളയടിക്കുന്ന ലൈസൻസിനെ കൊണ്ട് ചീപ്പ് റേറ്റിൽ ജിയോ അവതരിപ്പിച്ചപ്പോൾ മോഡി കൂട്ടിക്കൊടുപ്പുകാരൻ ആയി. അതുവരെ കൊള്ളയടിച്ച BSNL പുണ്യവാളന്മാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വിദേശ കുത്തകകൾ കൈയടക്കി വെച്ചിരുന്ന ഇന്ത്യയുടെ വിപണി ദീർഘദർശിയായ ഒരു യോഗക്കാരനെ കൂട്ടുപിടിച്ച് പൊളിച്ചടക്കിയപ്പോൾ കോഴയും കമ്മീഷനും വാങ്ങിയിരുന്ന രാജ്യസ്നേഹി നേതാക്കൾക്ക് സ്വാമിയും മോദിയും സംഘി അഥവാ RSSകാരനായി മാറി. മുൻഗാമികൾ ഏതു പാർട്ടിക്കാരൻ ആണെങ്കിലും കോടിക്കണക്കിന് കോഴ വാങ്ങി അരിപ്പ പോലെ തുളകൾ വീഴുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യത്ത് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുക. കള്ളപ്പണത്തിന് വേണ്ടി, കള്ളപ്പണം വേട്ടയാടാൻ വേണ്ടി, കള്ളപ്പണം ഇല്ലാതെയാക്കാൻ വേണ്ടി, കള്ളപ്പണത്തിൻ്റെ നീരാളിപിടുത്തത്തിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും ഒഴിപ്പിക്കാൻ വേണ്ടി വാക്കുകൊടുത്ത് അധികാരത്തിലേറിയ ദിവസം മുതൽക്ക് ഓരോരുത്തരും ചോദിക്കുന്നു എത്ര രൂപ കള്ളപ്പണം പിടിച്ചു എന്ന്. യഥാർത്ഥ കള്ളപ്പണം ഗംഗ നദിയിൽ ഒഴുകുമ്പോഴും റോട്ടിലൂടെ പോകുന്ന ബസ്സിൽ കോടിക്കണക്കിന് രൂപ പാക്കറ്റിൽ നിന്ന് ലഭിക്കുമ്പോഴും വയസ്സായി എണ്ണി നോക്കാൻ പോലും അറിയാത്ത സ്ത്രീകളുടെ കയ്യിൽ 4-5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോഴും ആ കള്ളപ്പണത്തിൻ്റെ സ്രോതസ് പിടിച്ചതിനാലാണ് ഇന്ന് മോദിയുടെ ചിത്രത്തിൻ്റെ മുകളിൽ ചെരുപ്പുമാലയും ചെരുപ്പ് കൊണ്ടടിയും 3ാം ക്ലാസ് വരെ പഠിച്ച സ്ത്രീക്കുള്ള ബോധം പോലും ഇല്ലാത്ത പ്രധാനമന്ത്രിയായി മാറി എന്ന ആരോപണവും കേൾക്കേണ്ടി വന്നത്. ശ്രദ്ധിക്കുക, ഒരു രാഷ്ട്രത്തെ കള്ളപ്പണത്തിൽ നിന്ന് മുക്തമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ AK ആന്റണി ചെയ്ത പോലെയോ, ചന്ദ്രബാബു നായിഡു ചെയ്തതുപോലെയോ, ശശി തരൂർ ചെയ്തതുപോലെയോ, അല്ലെങ്കിൽ മുൻപറഞ്ഞ പലരും ചെയ്തതുപോലെയോ ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇവരെല്ലാം ആഹ്ലാദിക്കുമായിരുന്നു. സുപ്രീം കോടതി ഈ കള്ളനോട്ട് പിടിക്കാനായിട്ട് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ബാൻ ചെയ്തത് സ്റ്റേ ചെയ്തിരുന്നു എങ്കിൽ കള്ളപ്പണക്കാർക്ക് അവരുടെ സ്വത്ത് എവിടെയെങ്കിലൊക്കെ ഒളിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ വൈറ്റ് മണിയാക്കി മാറ്റാനും സൗകര്യം ലഭിക്കുമായിരുന്നു. സ്വന്തം അമ്മ പോലും 4000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ക്യൂ നിന്ന് പൈസ വാങ്ങേണ്ടി വരുന്ന നിയമം ഭാരതത്തിലെ എല്ലാ പൗരനും ഒരേപോലെയാണ് എന്ന് ബോധ്യപ്പെടുത്തിയ നരേന്ദ്രമോദിയുടെ കഴുത്തിൽ ചെരുപ്പിട്ടവർ ഓർമ്മിക്കുക. ഈ മാറ്റങ്ങളുടെ അഥവാ പുതിയ നോട്ടുകളുടെ വരവ്, പഴയ നോട്ടുകളിലൂടെ നിറച്ചു വച്ചിരുന്ന കള്ളപ്പണത്തിൻ്റെ പോക്ക് ഇത് രാഷ്ട്രത്തിന് എത്രത്തോളം നന്മ ചെയ്യുമെന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുക. പ്രണാമം.